ഹായ് ഹലോ, നമ്മുടെ ഒരു വീഡിയോയിലേക്കും കൂടെ സ്വാഗതം. ഇപ്പം ഇറ്റ്സ് മീ കൺമണിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, നമ്മുടെ വീഡിയോയ്ക്ക് മറുപടിയൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ആ, വീണ്ടും പാവം കളി. അതായത് ഞാൻ പാവമാണ്, ഞാൻ കുറേ നാൾ കൊണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു, വേണ്ടായിരുന്നു തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടികൾ തട്ടിപ്പ് നടക്കുന്ന ഈ പറയുന്ന സ്പാൻ തെറ്റ് ചെയ്ത ഹെലനോസ് പാട്ട ചെയ്തത് ചെറിയ തെറ്റാണ്. ഒലിവിയ എന്ന് പറയുന്ന കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്ത് അതിൻ്റെ എന്തോ സാമ്പത്തികമായി ഇതുണ്ടെന്ന് പറയുന്നു. ഒരു എവിഡൻസും ഇല്ല എന്നിവർ പറയുന്ന കാര്യത്തിന് വലിയ തട്ടിപ്പാണ്. അത് വലിയ തട്ടിപ്പാണ്. എന്താണ് കൺമണി ഇത്? നിങ്ങൾ എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കൊടുക്കുന്നത്? പൊതുവെ ഇപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇറ്റ്സ് മീ കൺമണി ഇതേ കണക്കൊരു സ്പാം തട്ടിപ്പ് കൊണ്ടുവന്നാലും അത് ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അതായത് കിക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അബദ്ധമൊക്കെ. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം 6 മാസത്തോളം ഒരു സ്പാമിൻ്റെ കേസിൽ, ഒരു സ്പാം ഇത് അറിയാതെ ഇട്ടു എന്നുള്ള കേസിൽ ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വേട്ടയാടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 6 മാസത്തോളമാണ് വേട്ടയാടിയത് ഈ സോഷ്യൽ മീഡിയയിലിട്ട്. ഈ പറയുന്ന ഇറ്റ്സ് മീ കൈസും, ഈ പറയുന്ന ഹെലനോസ് പാട്ടയും, ഈ പറയുന്ന ഇവരെല്ലാവരും ഇതിൻ്റെ പാർട്ടായിരുന്നു. ജാസ്മിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ പേരിൽ വേട്ടയാടിയത് 6 മാസത്തോളമായിരുന്നു. ഇവിടെ ഹെലൻ തന്നെ പണം പോയി എന്ന് സ്ഥിരീകരിക്കുന്ന കേസിൽ ഹെലൻ ചെയ്തത് വളരെ ചെറിയ തെറ്റാണ്. ഇനി ഇതിൻ്റെ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ പണം കൊടുത്താൽ തീരുന്ന ഇഷ്യൂസേ ഉള്ളൂ. നേരെ മറിച്ച് ഹെലനോസ് പാട്ടയുടെ ഈ വിഷയത്തിൽ ഹെലന് ഈ പണം ഇവർക്ക് നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഇത് മാത്രമാണോ ഇപ്പം ഹെലൻ പറഞ്ഞുകൊണ്ട് നിർത്തിയെന്ന് തന്നെ വിചാരിക്കുക? ഇല്ല, ഈ വീഡിയോ പലയിടത്തും പോയിട്ടുണ്ട്. അത് ഇനിയും ആൾക്കാരുടെ ഇത് പണം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കേരളത്തിലെ ഒരു ഇൻഫ്ലുവൻസർ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ, ഈ 10 മിനിറ്റോ മറ്റോ കിടന്ന ഈ ഒരു സ്പാം വീഡിയോ എടുത്തുകൊണ്ട് ഇന്ത്യയിലുള്ള പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോകും. പല ഇൻഫ്ലുവൻസേഴ്സിനെ ഈ ഹെലനെ വിശ്വസിച്ച് അവരെല്ലാം ഈ വീഡിയോ ചെയ്യും. ഇന്ന ആൾ ചെയ്ത് കണ്ടില്ലേ, ഒരു വിഷയമില്ല എന്ന് പറയും. അതിൻ്റെ പേരിൽ അവർ കോടികൾ പറ്റിക്കും. അതും സാധാരണക്കാരുടെ. മനസ്സിലായോ? പക്ഷെ അത് ഡീസൻ്റാണ്. അവിടെ കോടികളാണ് വരാൻ പോകുന്നത്. കേരളത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഇത്രയും വിദ്യാഭ്യാസവും വിവരവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള കേരളത്തിലെ ഒരു ഇൻഫ്ലുവൻസർ, കറണ്ട് പോയി കേട്ടോ, ക്ഷമിക്കുക, ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇൻഫ്ലുവൻസർ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയി അവർ സ്പാം നടത്തും. അവിടെ നിന്ന് കോടികൾ തട്ടും. അവിടെ പാവങ്ങൾ പറ്റിക്കപ്പെടും. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല? അയ്യോ, ഒലിവിയാണല്ലോ നിങ്ങളുടെ ടാർഗറ്റ് അല്ലേ? അതായത് അബദ്ധം പറ്റിയ ഈ ഹെലനോസ് പാട്ടയും അല്ലെങ്കിൽ പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയിലെ ആൾക്കാർ. അപ്പം ഹെലൻ പറയുന്ന കേട്ടോ കിക്ക് എന്ന് പറയുന്ന സംഘടന ഇല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. ഉണ്ടായാലും എന്താ പറയുന്നത്, ഇപ്പം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, എന്നാലും ഡൂഡിനെ ന്യായീകരിച്ചല്ലേ വീഡിയോ വന്നേ. ഈ പറയുന്ന ദിൽഷ പ്രസന്നനെ 6 മാസത്തോളം ഇവർ ഈ ഒരു സ്പാമിൻ്റെ ഇത് കാര്യം പറഞ്ഞു. ഈ പറയുന്ന ജാസ്മിൻ ജാഫറിനെ 6 മാസത്തോളം ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ച ആൾക്കാരല്ലേ, ഏറെക്കെറ്റിയ ആൾക്കാരല്ലേ. ഇപ്പം എന്താണ് ഹെലന് മാത്രം എന്താണ് കൊമ്പുണ്ടോ? ഇല്ല. ഇത് പ്രത്യേകതരം ആൾക്കാരാണ് ഈ ഒരു സംഘടന, ഈ ഒരു കൊട്ടേഷൻ സംഘം. അപ്പോൾ ആ കൊട്ടേഷൻ സംഘത്തിൽ കിക്ക് എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘം ഇങ്ങനെ അങ്ങ് തീരുമാനിക്കും, ഇന്ന ആൾക്കാർക്ക് എതിരെ മാത്രം. ഇവരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച സായി ഈ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഒലിവിയ ഒരു വണ്ടി അവരുടെ വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ മുറ്റത്തൂടെയോ റോഡിൽ കൂടെ കണ്ട് ഒട്ടിച്ച് നോക്കിയ വണ്ടിക്ക് 2 വർഷമായിട്ട് ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുന്നു. ഇതേ സാധനം സായി ചെയ്തപ്പം കുഴപ്പമില്ല, സഹതാപ വോട്ട്, പോലീസിൻ്റെ അനാവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇൻഷുറൻസ് ഒലിവിയ ചെയ്താലും സായി ചെയ്താലും ഒരേ കുറ്റമാണ്. അതും സായി ഒരു NH ഇറക്കിയ, നാഷണൽ ഹൈവേയിൽ ഇറക്കിയ ഒരു വണ്ടിക്ക് ഗുരുതര കുറ്റമാണ്. ആ വണ്ടി തട്ടി ആരെങ്കിലും മരിച്ചു പോയിരുന്നെങ്കിൽ ആര് പൈസ കൊടുക്കും? സായിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഈ കൺമണിയെ പോലുള്ളവർ ഇത് ചെറിയ തെറ്റ്, ഇത് വലിയ തെറ്റ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ചെറിയ തെറ്റ് വലിയ തെറ്റെന്നൊക്കെ തിരിക്കുന്നത്?
ഇപ്പം ഒലിവിയെ പറ്റി നിങ്ങളുടെ ഇത് വന്ന് പറഞ്ഞു ഒരു എത്ര പേരാണ് എവിഡൻസ് വെച്ചത്? ഇവരെ പേഴ്സണലി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അതായത് പണം വാങ്ങിയെന്ന് പറയുന്നത് പേഴ്സണലി വാങ്ങിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു ഈ പറയുന്ന ചെക്ക് തരുവാണ്, നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്ന ചെക്ക് തരുവാണ്. ചെക്ക് തന്നിട്ട് അതേ ചെക്ക് പൈസ എടുത്തിട്ട് ഇതിൻ്റെ പകുതി പൈസ ഈ ഒലിവിയ ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അതും അവർ വാക്കുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒലിവിയ ആ കുട്ടികൾ നുണ പറയുകയല്ല എന്ന് കൺമണിക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് കൺമണി ചെയ്തത് എന്താണ്? കൺമണി എന്തെങ്കിലും പേഴ്സണലായിട്ട് അവർ ഉപദ്രവിച്ചോ? വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ? അടിക്കുമെന്ന് പറഞ്ഞോ? ഒന്നും ചെയ്തില്ല. കൺമണി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് അവരെ വീട്ടിൽ കയറി തല്ലാനുള്ള ആഹ്വാനം ചെയ്യുവാണ് അതിനകത്ത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, അവരുടെ വീട്ടിൽ കയറി, അതായത് യെല്ലോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ കയറ്റി ഇവരുടെ വീട്ടിൽ കയറി തല്ലിക്കും എന്നാണ് പറയുന്നത്. ഇത് നല്ലതാണോ കൺമണി? ഏത് രീതിയിലാണ് കൺമണി എന്നിട്ട് പാവം കളിക്കരുത്. അവരെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കൺമണി ഇരിക്കുന്ന ഗ്രൂപ്പിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ കൊട്ടേഷൻ തന്ന ആളുടെ MD VK, ഒരു അക്ഷരം കൂടെ ഉണ്ട്, പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും. VK എന്ന് തുടങ്ങുന്ന ഒരു കമ്പനിയുടെ MD അതിനകത്ത് ഇരിപ്പുണ്ട്. ഈ ആഹ്വാനം ചെയ്ത ഗ്രൂപ്പിൽ അതിനകത്ത് അവരുടെ ആടുകൾ ഇടുന്നുണ്ട്. എന്തിനു വേണ്ടി പറയണം? കൺമണി ഉത്തരം പറ. എന്തിനു വേണ്ടി ആ ഗ്രൂപ്പിൽ ഈ VK എന്ന് പറയുന്ന വേറൊരു അക്ഷരം കൂടെ ഉണ്ട്, അവരുടെ ഇതിടുന്നുണ്ട്. ഇനി അവരുടെ കേസും കൂടെ വരണ്ടെന്ന് വിചാരിച്ചാണ് അവരുടെ പേര് വിളിച്ചു പോയത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇത്രയും വലിയൊരു മുതലാളിയെ അതിനകത്ത് കയറ്റിയിരുത്തിയേക്കുന്ന എന്തിനാണ്? കൺമണിക്ക് ഉത്തരവുണ്ടോ? അതിൻ്റെ ആടുകൾ അതിനകത്ത് ഇടുന്ന എന്തിനാണ്? ഇത് കൊട്ടേഷൻ അല്ല, അതിനകത്ത് അവരെ തല്ലാൻ പറയുന്നു. ഇതിനൊന്നും മറുപടിയില്ല. അയ്യോ എല്ലാം ചെയ്യുവാണെങ്കിൽ അത് പാവമാണ്, പുണ്യപ്രവൃത്തിയാണ്, അബദ്ധത്തിൽ പറ്റിയതാണ്. നാളെ ഇതെങ്ങനെയൊക്കെ കൺമണിക്കും ചെയ്യാം. ഇത് അബദ്ധം ഇതൊന്നുമല്ല. ഈ ഒറ്റ സ്പാമിൽ നിന്ന് 30,000 രൂപയാണ് കിട്ടുന്നത്. പൈസ കണ്ട് മഞ്ഞളിച്ച തന്നെയാണ്. എത്ര പേരുടെ പൈസ പോയാലും അത്യാവശ്യം എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നു കാണും. ഇത് ചെയ്തത് തന്നെയാണ്, അന്ന് ദിൽഷ ചെയ്തതും ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് ജാസ്മിൻ ചെയ്തതും. അപ്പം ഇവരൊക്കെ ചെയ്യുമ്പോൾ മാത്രം മോശം, ചെറിയ തെറ്റ്, വേറെ ആൾക്കാർ ചെയ്യുമ്പം വലിയ തെറ്റ്. ഇതെന്ത് ന്യായമാണ്? അയ്യോ ഒലിവിയക്കെതിരെ പറയുന്ന ആരോപണങ്ങളെല്ലാം കറക്റ്റാണ്, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് എന്ന് പറയുന്നവർ വാഗൊണ്ട് പറഞ്ഞാണ് പല കാര്യങ്ങളും. ഇപ്പം പീഡനം അടക്കം കാര്യങ്ങൾ വാഗൊണ്ട് പറയുന്നുണ്ട്. ഈ പറയുമാതിരി എന്തെങ്കിലും കൺമണിക്ക് ഉറപ്പുണ്ടോ ഈ കാര്യത്തിലൊക്കെ? ഉണ്ടായിരിക്കും. വാക്കാൽ ചിലപ്പോൾ ഈ കേൾക്കുന്നത് വെച്ച് വേണമെങ്കിൽ പറയാം അവരെക്കാട്ടിൽ ഇച്ചിരി കൂടെ വിശ്വാസ്യത ഇവരുടെയെന്ന്. അല്ലാതെ ഈ നുണപരിശോധനയൊന്നും കഴിഞ്ഞൊന്നും അല്ലല്ലോ കൺമണി. ഇത്ര വേണ്ടി ഉപദ്രവിക്കാൻ വേണ്ടി ഇവർ നിങ്ങളെ പേഴ്സണലി എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടോ? ഇപ്പോഴും പറയുകയാണ് ഒലിവിയ ചെയ്തത് ചെറിയ തെറ്റ്. കോടികൾ തട്ടിപ്പ് കിടക്കുന്ന ഈ പറയുന്ന സ്പാം എന്ന് പറയുന്ന ഈ പറയുന്ന സ്പാമിലൂടെ പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിക്ടോസ് പോലുള്ള വലിയ കമ്പനികൾ നടത്തുന്ന തട്ടിപ്പ് നിസ്സാര കുറ്റമാണ്. അതൊരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമാണെന്ന്. 5-6 മാസം ഇവിടെ പല ഇൻഫ്ലുവൻസേഴ്സിനെ ഏറിക്കയറ്റിയ വിഷയം വെരി സിമ്പിൾ. കോടികൾ തട്ടിപ്പ് നടത്തുന്ന ഈ പരിപാടി എന്താ പറയുന്നത്, അടിപൊളിയാണ്. അപ്പം ഹെലൻ നല്ലവള്, കുറച്ച് സ്ത്രീകൾക്ക് പണി കൊടുത്തതിൻ്റെ പേരിലും ഇപ്പോൾ അനുഭവിക്കുന്ന ഒലീവിയാണ് മോശം. അവർ രാജ്യദ്രോഹം കുറ്റമൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ലേശം ഉളുപ്പ് മനസ്സിലാവുന്നില്ല. അപ്പം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. ഒരു സ്ഥാപനം പൊട്ടിക്കാൻ വേണ്ടി ഈ VK എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു സ്ഥാപനം, ഇതിൻ്റെ കൊട്ടേഷനാണ് ഇത്. ആ സ്ഥാപനം കൊടുക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിഗ് ബോസ് താരത്തിൻ്റെ വൈഫിൻ്റെ സ്ഥാപനത്തിലേക്കാണ് ഈ സ്ഥാപനം പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് അവർ തമ്മിലുള്ള ഓൺലൈൻ ഇതേ സാധനം ഈ 399 രൂപയ്ക്കും 400 രൂപയ്ക്കും 499 നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണക്കാരായ ആൾക്കാരോട് ചോദിക്കണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയിൽ ഒലിവിയയുടെ അല്ലാതെ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയിൽ ഈ 399 രൂപയ്ക്കൊക്കെ കുർത്ത കിട്ടുമോ? കിട്ടുമെങ്കിൽ നിങ്ങൾ പറയുക.
അല്ലെങ്കിൽ അവർ തരുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ആ വിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? 10 രൂപ കുറച്ച് കൊടുക്കാമെന്ന് പറയുന്നവർ വരെ ഞാൻ കണ്ടു. കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്ത് കാണിക്കണം, അന്തസ്സായിട്ട് കൊടുത്ത് കാണിക്കണം. ഈ കൺമണിക്ക് ഒരു 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? കൺമണിക്ക് പറ്റില്ല. അത് മുടക്കാൻ നിന്നു. ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. അപ്പോൾ കൺമണിയെപ്പോലുള്ളവർ നാടിന് ആവശ്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ തന്നെ പ്രവർത്തിക്കുക, നിങ്ങളുടെ ബുദ്ധി വെച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇത് ഒരൊറ്റ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെന്നും ഇതാവത്തില്ല. അവനവൻ്റെ കഴിവ് കൊണ്ട് വരണം. ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന മെയിൻ ഹെഡ് ഓഫീസ് അത് എറണാകുളത്താണ്. ആ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ചെയ്യുന്നത് അടൂരുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി, അടൂർ മറ്റോ ഉള്ള ഈ കോട്ടയം, ഈ ഈ പത്തനംതിട്ട കോട്ടയത്തിൻ്റെ ഇടയിൽ എവിടെ ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അത് സ്റ്റിച്ചിങ് സ്ഥാപനമാണ്. ആ സ്ഥാപനം കൊടുക്കുന്ന വലിയൊരു എന്തുവാന്ന് വലിയൊരു ഇൻഫ്ലുവൻസറിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിൽ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ വൈഫാവാൻ പോകുന്ന സ്ത്രീക്കാണ്. ആ വൈഫ് തന്നെ അവർക്ക് ആദ്യമായിട്ട് പേരുണ്ടായതും അല്ലെങ്കിൽ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടായതും ഒക്കെ ഈ പറയുന്ന ബിഗ് ബോസിലെ ആളുടെ പേരും എടുത്തിട്ട്, സ്വന്തം കഴിവിൽ ഒന്നുമില്ല ഈ പറയുന്ന അവൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും സ്ഥാപനങ്ങളെക്കെതിരെ വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ അതിന് പിന്നിലൊരു കഥയുണ്ട്. അവൻ എത്ര കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്ര പേരോട് മാപ്പ്, ബിനു അടിമാലിയോട് പോയി മാപ്പ് പറഞ്ഞ് കൊട്ടേഷൻ എടുത്ത് എവിഡൻസ് സഹിതം പോയി മാപ്പ് പറഞ്ഞിട്ട് ആ മനുഷ്യനായതുകൊണ്ട് മാത്രം ഇവൻ്റെ കാര്യങ്ങൾ വെളിവിട്ടില്ല. ഇപ്പോൾ നിലവിലൊരു പെൺകുട്ടിയുടെ പേരിലുള്ള പരാതി ചെന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒലിവിയ വിഷയത്തിൽ അടൂര് വരെ ഹാജരാവാൻ വേണ്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്, വരും. അപ്പം ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ പ്രവർത്തിക്കാം. ഒരു സ്ഥാപനം പൂട്ടാൻ നിങ്ങളും കാരണക്കാരാവണോ വേണ്ടേ എന്ന് നിങ്ങൾ ഓർത്ത് ചിന്തിക്കുക. അവർ ചെയ്ത തെറ്റ് കുറച്ച് സ്ത്രീകൾക്ക്, ആലോചിക്കുക, സ്ത്രീകൾക്ക് ജോലി കൊടുത്തതിൻ്റെ പേരിലാണ്. ഇവിടെ എത്ര പേര് സ്ത്രീകൾക്ക് വേണ്ടി ജോലി കൊടുക്കുന്നുണ്ട്? ഈ കൺമണിക്ക് പറ്റുമോ? ഞാൻ പറയണം, 1 മാസത്തിനകം സ്ത്രീകൾ കുറച്ച് പേരുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അത് സ്ത്രീ എന്നല്ല, മനുഷ്യരായിട്ടുള്ളവരല്ല. അപ്പോൾ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അവിടെ അടിപിടികൾ ഉണ്ടായിരിക്കാം. ബാക്കി വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഏത് സ്ഥാപനത്തിലാണ് നടക്കാത്തത്? വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പറയുന്നത് നിനക്ക് ഫൈൻ അടിക്കും എന്നൊക്കെ പറയുന്നത്, ഫൈൻ അടിക്കും എന്ന് ഫൈൻ അടിച്ചെന്നോ അല്ല അതിനർത്ഥം. അതൊക്കെയാണ് നിങ്ങളെ എടുത്തു വെച്ച് കേൾപ്പിക്കുന്നത്. അതായത് അവരവരുടെ പ്രോഡക്റ്റ് പോകാൻ വേണ്ടി അതിന് പുള്ളിങ് ഇല്ലാത്തപ്പോൾ അവർ പ്രഷർ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് ബിസിനസ്സാണ്. അപ്പോൾ അതിനെ വളച്ചൊടിക്കുക. പേഴ്സണലി എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട വിഷയങ്ങളല്ല ഇതെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ച വിഷയങ്ങളാണ് നിങ്ങളെ വളച്ചൊടിച്ച് കേൾപ്പിക്കുന്നത്. ഒരു കുട്ടിയോട് ചെന്നിട്ട് ഈ അവരെ കുത്തയുടെ ഇതിങ്ങനെ ലൈനിൽ വരുന്ന ഒരു പെൺകുട്ടിയോട് ചെന്നിട്ട് ഈ CBM കണ്ട് പറഞ്ഞു മോളുടെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ സ്ഥലത്ത് വന്ന ഇതാണെന്ന് വിചാരിച്ച് ഇവിടെ തെറ്റിദ്ധരിച്ചെന്തോ പറഞ്ഞപ്പോൾ CBI ഇത് ഡിലീറ്റ് ആക്കുകയോ മറ്റോ ചെയ്തു. ഉടനെ സ്പോട്ടിൽ ഇത് പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അപ്പോൾ CBI പറയുന്നുണ്ട് ആ ആടിനകത്ത് വരുന്നതിൽ ഈ കുട്ടിയിട്ടുണ്ടെന്ന ഡ്രസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഉടനെ അത് വളച്ചൊടിച്ചു. അതങ്ങനെയായി. ഇവർ പേഴ്സണലി വിളിച്ചു, മോശമായി സംസാരിച്ചു എന്നൊക്കെയായി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇതിന് എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം. ഈ CBI ഇങ്ങനെയാണ് അയച്ചതെന്ന്. ഇത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തുകൊണ്ട് എവിഡൻ്റ് വെച്ച് പറയുന്നില്ല? ഇവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പിള്ളേരുടെ കാര്യമൊന്നുമല്ല ഇപ്പം പറയുന്നത്. വണ്ടിയുടെ ഇതടച്ചില്ല, ഇവർ അങ്ങോട്ട് പോയപ്പോൾ നോക്കിയില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കി. ഇവരുടെ പഴയ ലൈഫ് ഇങ്ങനെയാണ്, ഇവരുടെ പേരിങ്ങനെയാണ്, ഇവർ കല്യാണം കഴിച്ചിട്ടില്ല, ഇവരുടെ കൊച്ചിൻ്റെ അച്ഛൻ ഇതല്ല, ഇവരുടെ പള്ളിയിലച്ഛൻ എന്തോ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവരുടെ വിഷയം ഇതൊന്നും അല്ല. മനസ്സിലായില്ലേ? കുഴപ്പമില്ലാതെ കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി, അവളെ പറ്റി 4 ആക്ഷേപം പറയണം, അവർക്ക് കോണ്ടൻറ്റ് വേണം, ഇവരെ കൊണ്ട് പരസ്യമായിട്ട് മാപ്പ് ഉറപ്പിക്കണം. വേറൊരു സ്ഥാപനത്തിനോട് പോയിട്ട് ഇതിപ്പം ഈ കൊട്ടേഷൻ വിജയിക്കില്ല. അവരാവുന്നേ നോക്കുന്നുണ്ട്, പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പം ഇത് വിജയിക്കാത്തതുകൊണ്ട് വേറൊരു കൊട്ടേഷനിലേക്ക് ഇത് പോകത്തില്ല. ഇനി ഈ പറയുന്ന കൊട്ടേഷൻ പൊളിഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
ഇനി നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ തലച്ചോർ പ്രവർത്തിക്കുക, ഇൻഫ്ലുവൻസേഴ്സ് വീഴാതിരിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.